പണത്തിന് വേണ്ടി മനുഷ്യനെ കൊല്ലുന്ന രാഷ്ട്രീയം നമുക്ക് വേണോ? നാം ഓരോരുത്തരും മനസ്സിരുത്തി ചിന്തിക്കേണ്ട കാര്യമാണ്. പിണറായി വിജയൻ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം കേരളം ദുരന്തങ്ങളുടെ കാലഘട്ടമായിരുന്നു. കൊറോണയിൽ തുടങ്ങി ചൂരൽമലയിൽ അവസാനിക്കുന്നു നമ്മളുടെ ദുരന്ത കാലഘട്ടം. കൊറോണ എന്ന വൈറസ് കേരളത്തെയും ഭാരതത്തെയും മാത്രമല്ല ലോകത്തെ ആകമാനം വിഴുങ്ങിയ ഒരു സംഭവമാണ്. എന്നാൽ ആ സാമൂഹ്യ ദുരന്തത്തിൽ നിന്ന് പോലും പണം എങ്ങനെ ഉണ്ടാക്കാം എന്നതിനെപ്പറ്റി റിസർച്ച് നടത്തുകയാണ് കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ചെയ്തത് എന്ന് നാം ഏവരും ഓർക്കുമ്പോഴാണ് ഞെട്ടലുളവാക്കുന്നത്. കൊറോണയെ നേരിടുന്നതിന് വേണ്ടിയുള്ള PPE കിറ്റ് വാങ്ങിയ വകയിൽ കോടികൾ അഴിമതി നടത്തി സമ്പാദിക്കുവാനാണ് പിണറായി വിജയൻ ശ്രമിച്ചത് എന്ന് PPE കിറ്റ് അഴിമതിയിലൂടെ വ്യക്തമാക്കപ്പെടുന്നു. അതിനുശേഷമുണ്ടായ സാമൂഹ്യ വിഷയം എന്ന് പറയുന്നത് പ്രളയമാണ്. എന്നാൽ ഇന്ന് പ്രളയമുണ്ടാക്കിയതാണ് എന്ന് ശ്രീ മാത്യു കുഴൽനാടൻ്റെ വെളിപ്പെടുത്തലിലൂടെ ലോകം അറിഞ്ഞു കഴിഞ്ഞു. മനുഷ്യജീവൻ ബലി കൊടുത്തുകൊണ്ട് രാഷ്ട്രീയ നേതൃത്വം പണം കൊയ്യുന്നു എന്നത് ദുഃഖകരവും അതോടൊപ്പം തന്നെ ചിന്തിക്കുവാൻ പോലും കഴിയാത്തതുമാണ്. 500ഓളം ആളുകളാണ് പ്രളയത്തിൽ മരണപ്പെട്ടത്. അതിനുശേഷവും നമ്മൾ കണ്ടത് പ്രളയത്തിൽ മരിക്കപ്പെട്ടവരുടെ പേരിൽ അല്ലെങ്കിൽ ജീവനും സ്വത്തിനും കുഴപ്പം സംഭവിച്ചവരെ സംരക്ഷിക്കുവാൻ വേണ്ടി ജനങ്ങൾ ദാനമായി നൽകിയ പണത്തിൽ കൈയിട്ട് വാരുന്നതാണ് പിന്നീട് നമ്മൾ കണ്ടത്. അതും CPMൻ്റെ കളമശ്ശേരി ഏരിയ സെക്രട്ടറി സക്കീർ ഹുസൈനും കുടുംബവും അദ്ദേഹത്തിൻ്റെ പിണിയാളുകളും പിടിക്കപ്പെടുന്നു എന്ന് നാം കാണും. പിന്നീട് ഏറ്റവും അവസാനമായി നമ്മൾ കണ്ടത് ചൂരൽമലയിലാണ്. ചൂരൽമലയിൽ 350ഓളം ആളുകൾ ഉരുൾപൊട്ടലിലൂടെ മരണപ്പെടുന്നു. കഴിഞ്ഞ ദിവസം കേരള ഹൈക്കോടതിയിൽ ഗവൺമെൻറ് കൊടുത്തിരിക്കുന്ന സത്യവാങ്മൂലം വായിച്ചപ്പോൾ ആരാണ് ശവന്തീനികൾ എന്ന് വീണ്ടും വീണ്ടും നികേഷ് കുമാറിനോടും CPMനോടും ചോദിക്കുവാൻ തോന്നുകയാണ്. ചൂരൽമലയിൽ ഒരു ശവം മറവ് ചെയ്തതിന് വേണ്ടി വിനിയോഗിക്കപ്പെട്ടത് 75,000 രൂപയെന്ന് കേരള ഗവൺമെൻറ് ഹൈക്കോടതി സത്യവാങ്മൂലം കൊടുത്തിരിക്കുന്നു എന്നാണ് ഇന്നലെ വന്ന മാധ്യമ റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ചിന്തിച്ചു നോക്കൂ, ശവം തിന്നികൾ എന്ന് നികേഷ് കുമാർ പറഞ്ഞത് സത്യം തന്നെയാണ്. ആരാണ് എന്നതിൽ മാത്രമേ ഉള്ളൂ വ്യത്യാസം. നികേഷ് കുമാറും അദ്ദേഹത്തിൻ്റെ പുതിയ യജമാനൻ പിണറായി വിജയനും അവരുടെ പാർട്ടിയുമാണ് ശവന്തീനികളായി കേരളത്തിൽ വിരാജിക്കുന്നത് എന്ന് ഇപ്പോഴും മനസ്സിലാക്കാതെ പോകുന്ന മന്ദബുദ്ധികളായ അണികളെ ഓർത്ത് നമുക്ക് ലജ്ജിക്കാൻ എന്നല്ലാതെ എന്തു ചെയ്യാൻ കഴിയും? മനുഷ്യൻ്റെ ശവം പോലും വിറ്റ് കാശാക്കുന്ന പ്രാകൃത മനുഷ്യ സങ്കല്പത്തിലേക്ക് ഇവർ തരം താഴുകയാണ്. മനുഷ്യത്വം മരവിച്ച ഈ നരാധവന്മാരെ കൺതുറന്ന് കണ്ട് നമുക്ക് പടിക്ക് പുറത്തേക്ക് യാത്രയാക്കേണ്ട സമയം ഇതാ കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് എന്നെ ശ്രവിക്കുന്ന പ്രിയപ്പെട്ട എല്ലാ ജനാധിപത്യ വിശ്വാസികളോടും എനിക്ക് പറയുവാനുള്ളത്, ജനാധിപത്യം സംരക്ഷിക്കപ്പെടണമെങ്കിൽ ഇത്തരം കുരുട്ടുബുദ്ധികളുടെ വക്രബുദ്ധികളുടെ പ്രവർത്തനങ്ങളിൽ നിന്നും രാജ്യത്തെയും സംസ്ഥാനത്തെയും മോചിപ്പിക്കേണ്ടത് കാലത്തിൻ്റെ കടമയും അതോടൊപ്പം തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെയും ജനങ്ങളുടെയും നിലനിൽപ്പിന് ആവശ്യവുമാണ്. ഈ പ്രകൃതി ദുരന്തങ്ങളെപ്പോലും വിറ്റ് കാശാക്കുന്ന നികൃഷ്ട ജീവികൾ ഇവിടെ രാഷ്ട്രീയ സദാചാരം പറയുന്നത് നമ്മളെ വിഡ്ഢികളാക്കുവാൻ വേണ്ടി മാത്രമാണ് എന്ന് നാം ഓരോരുത്തരും തിരിച്ചറിയണം. ഞാനിത് പറയുമ്പോൾ ഇന്നലത്തെ വാർത്തകളെടുത്ത് പരിശോധിച്ചാൽ പട്ടികജാതി വിഭാഗത്തിൽ നിന്ന് വന്ന ദന്തൽ കോളേജിൽ പഠിച്ച യുവാവിന് ആത്മഹത്യ ചെയ്യേണ്ടി വന്നു. എന്തുകൊണ്ടത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ ഗവൺമെൻറ്റിൻ്റെ പിടിപ്പുകേടാണ്. അത് വയനാട്ടിൽ പഠിച്ച സിദ്ധാർത്ഥിന് പറ്റിയ ഗതികേടിനെ
സംരക്ഷിക്കുവാൻ സർക്കാർ തയ്യാറായതിൻ്റെ പരിണിത ഫലമാണ് എന്ന് ഓരോ ജനാധിപത്യ വിശ്വാസിയും മനസ്സിലാക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. നമ്മൾ ഉണരുവാനും ഉറക്കം നടിക്കുന്നിടത്തു നിന്നും മാറുവാനും ശ്രമിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു.